ഹലോ ഗേസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. സിനിമ ഞാൻ പോയി കണ്ടു. ഇതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ചിദംബരമാണ്. ശ്രീനാഥ് ബാസി, ഗണപതി, ഷെബിൻ ബെൻസൺ, അരുൺ കുര്യൻ, സൗബിൻ താഹിർ, ദീപക് പരമ്പോൾ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇതിൻ്റെ റൈറ്ററും ചിദംബരം തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്, കഥ എഴുതിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് വരുന്നത് പർവ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഇത് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. എൻ്റെ ഈ പടത്തിൽ ജോർജ് മരിയൻ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ജോർജ് മരിയൻ എന്ന് പറഞ്ഞ നടനെ പറ്റി നമ്മളെല്ലാവരും കണ്ടതാണ്. അയാൾ ആ പടത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നന്നായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കൈതി, ലിയോ എന്നീ തുടങ്ങിയ സിനിമകളിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ ജോർജ് മരിയന് കഴിഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അയാളുടെ ക്യാരക്ടർ കഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ സിനിമയിലും അയാളുടെ ആ ക്യാരക്ടറിന് ഒരു ഇമ്പാക്റ്റ് പടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളും അവരുടെ ക്ലബ്ബ്, പിന്നെ അവരെങ്ങനെയാണ്, ആരാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പടം തുടങ്ങുന്നത്. അവരൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ട്രിപ്പിൽ വെച്ച് അവിടെ വെച്ച് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഈ പടത്തിൽ ഇതൊരു സർവൈവൽ മൂവിയാണ്. സർവൈവൽ മൂവീസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ പോയി പെട്ട് അതുകൊണ്ട് തന്നെ സ്റ്റോറിക്ക് വലിയ പ്രാധാന്യം സർവൈവൽ മൂവീസിൽ ഇല്ല. പിന്നെ സർവൈവൽ മൂവീസിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി, ഡയറക്ടർ ബ്രില്യൻസ്, സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലേക്കാണ് നമ്മൾ സർവൈവൽ മൂവീസിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. ഇത് ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെറ്റ് ഇട്ട് ചെയ്തേക്കണേ എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ. പക്ഷേ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഒരു സെറ്റ് ഇട്ടാന്നുള്ള രീതിക്കൊന്നും ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒരു വിഷ്വലൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഷോബിൻ സാഗറിൻ്റെ അഭിനയവും പിന്നീട് എടുത്തു പറയേണ്ടത് ശ്രീനാഥ് ബാസിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് കൊള്ളായിരുന്നു. എന്തുകൊണ്ടും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. പടം തുടങ്ങുന്ന ഒരു 20 മിനിറ്റ് എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു സ്ലോയിൽ പോകണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് സാധാരണ ഒരു ട്രിപ്പ് പോകണ ഒരു ഇതൊക്കെ കാണിച്ചൊക്കെയാണ് പടം പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു 20 മിനിറ്റിന് ശേഷം, അതായത് പടം വേറെ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. നിസ്സഹായ അവസ്ഥയിൽ അകപ്പെട്ടു പോകുന്ന കുറച്ച് പേരുടെ കഥ അതിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രയത്നങ്ങൾ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നീട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച സീൻസൊക്കെ, അതായത് ഇവരെങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ലബിൻ്റെ ആ ഒരു രീതിക്ക് കാണിച്ച സീൻസൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ക്ലൈമാക്സിൽ നന്നായിട്ടത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സീൻസിനൊക്കെ കണക്റ്റഡാണ്. ആ സീൻസൊക്കെ കണക്ട് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ നന്നായിട്ട് തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, ആ സമയത്ത് എങ്ങനെ പെരുമാറും, അതേപോലെ തന്നെയാണ് സ്ക്രീനിൽ ഞാൻ കണ്ടത്. ഇതൊരു ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി തന്നെയാണ്. അത് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഒരു റിയൽ സ്റ്റോറി, ഒരു റിയൽ ലൈഫിൽ നടന്ന സംഭവമായിട്ടാണ്, ഇൻസിഡൻ്റായിട്ടാണ് പറയണത്. അത് നമുക്ക് പടം കാണുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാക്കും, എന്താ പറയുക, ഉളവാക്കുന്നുണ്ട്. പിന്നീട് എടുത്തു പറഞ്ഞത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പടത്തിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പുള്ളിയുടെ മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നീട് പടം നമ്മളെ ഇമോഷണലി നന്നായിട്ട് ടച്ച് ചെയ്യാനായിട്ട് പടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിനോട് എത്തുമ്പോൾ നമുക്ക് ഒരു നല്ല ഇമോഷണലി ടച്ചായിട്ട് പടം പോകുന്നുണ്ട്. എന്തുകൊണ്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. കണ്ടവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ അഭിപ്രായം പറയാം. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ സമ്മാനിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സുഷിൻ ശ്യാം പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ തലവര മാറ്റി എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തലവര മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.